കൊല്ലം അയത്തിലിൽ ദേശീയപാത നിർമ്മാണത്തിനിടെ കോൺക്രീറ്റ് പാളി ഇളകി വീണു. പുലർച്ചെയായിരുന്നു അപകടം. കാർ യാത്രികരായ കുടുംബം തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ആ ദൃശ്യങ്ങൾ ആദ്യം. അരുൺ രാജ് ചേരുന്നുണ്ട് കൊല്ലത്തു നിന്ന് വിവരങ്ങളുമായി. അരുൺ രാജ്, ഇത് ഈ അപകടം എങ്ങനെയാണ് ഉണ്ടായത്? ആശ്വാസകരമായ ഒരു വിവരം എന്ന് പറയുന്നത് ആ കാർ യാത്രക്കാർ, ആ കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. പക്ഷെ ഇതിനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നറിയാം. അസ്മിത, ഇന്ന് പുലർച്ചെയാണ് സംഭവം നടക്കുന്നത്. ഈ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ ഈ കോൺക്രീറ്റ് പാളികൾ, അത് ഈ ബെൽറ്റുകളാണ്, ഈ ബ്ലോക്കുകളായി തിരിച്ചുള്ള പാളികളാണ്, അത് ലോക്ക് ചെയ്ത് കൊണ്ട് മുറുക്കുന്നതിനിടയിലാണ് ഇത്തരം സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി ഇപ്പോൾ ദേശീയപാത അതോറിറ്റി പോലീസിനെ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് പുലർച്ചെ ഇതുവഴി വാഹനങ്ങൾ കടന്നു പോകുന്നതിനിടയിലാണ് ഈ ബ്ലോക്ക് താഴേക്ക് ഇളകി പതിച്ചത്. പക്ഷേ ഈ തലനാരിഴയ്ക്ക് ഒരു കാറിലെത്തിയ കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നേരത്തെ ഇത് കൊട്ടിയത്ത് ഇത്തരത്തിലൊരു ബ്ലോക്ക് ഇളകി വീണ് ഒരു ബസ് ഡ്രൈവർക്കടക്കം ഗുരുതരമായ രീതിയിൽ പരിക്കേറ്റ സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തതാണ്. ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട അടുത്ത സംഭവം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആർക്കും അപകടത്തിൽ പരിക്കില്ല എന്നുള്ളതാണ് ആശ്വാസകരമായ വാർത്ത. എന്തായാലും സംഭവത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കാരണം തുടർച്ചയായി ഇത്തരത്തിൽ ദേശീയപാത നിർമ്മാണത്തിനിടയിൽ അപകടങ്ങൾ പതിവാകുന്നത് അത് യാത്രക്കാരെ സംബന്ധിച്ചും അതുവഴി കടന്നു പോകുന്നവരെ സംബന്ധിച്ചും പ്രദേശവാസികളെ സംബന്ധിച്ചും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു നിയന്ത്രണം, അതുപോലെ തന്നെ പരിശോധന, അതുപോലെ തന്നെ ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം ഇപ്പോൾ പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. എന്തായാലും സ്ഥലത്ത് പോലീസിന്റെ ഭാഗത്തുനിന്ന് നിലവിൽ അന്വേഷണമടക്കം നടത്തുകയും ചെയ്യുന്നുണ്ട്. ശരി, അരുൺ രാജാണ് കൊല്ലത്തു നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.